അഭിയുടെയും ജാനകിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അപർണയാണെങ്കിൽ കതിർമണ്ഡപത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ അഭി അതുപോലെ തന്നെ നമ്മുടെ ജാനകിയൊക്കെ കൂടി അജയെ അന്വേഷിച്ച റൂമിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ടൊന്നും നമ്മുടെ അജയെ കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടുന്നില്ല. അങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ജാനകി പറഞ്ഞു, അതെ അഭിയേട്ടാ, നമ്മൾ വിചാരിക്കുന്നത് പോലെ അവൻ എങ്ങാനും ഇനി നിരഞ്ജനോടൊപ്പം ഇവിടുന്ന് കടന്നു കളഞ്ഞു കാണുമോ? എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഈശ്വര, ഇനി അച്ഛനോടും അതുപോലെ തന്നെ ആ തമ്പിയോടും ഒക്കെ എന്ത് സമാധാനം പറയാനാണ്? അങ്ങനെ നമ്മുടെ അഭിയും ജാനകിയും ഒക്കെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ അപർണയുടെ ഒരു കൂട്ടുകാരി അജയും അതുപോലെ തന്നെ നിരഞ്ജനയും കൂടി കാറി കയറി പോകുന്നൊരു കാഴ്ചയൊക്കെ കണ്ടായിരുന്നല്ലോ. അവള് നേരെ വന്നിട്ട് നമ്മുടെ അപർണയുടെ ചെവിയിൽ പറഞ്ഞു, അതെ അപർണെ, നീ ഇനി കാത്തിരിക്കണമെന്നില്ല. ദേ അവൻ മറ്റൊരു പെണ്ണുമായിട്ട് കാറി കയറി പോകുന്നൊരു കാഴ്ച അത് ഞാൻ കണ്ടിടി എന്ന് പറഞ്ഞു. എടി നീ എന്തൊക്കെയാ ഈ പറയുന്നത്? സത്യം തന്നെയാണോ എന്ന് ചോദിച്ച് ഇവളിങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് നമ്മുടെ അഭിയും ജാനകിയും വന്നു. അവര് വന്ന പാടെ തന്നെ ദേ അജയെ കാണുന്നില്ല അച്ഛാന്നും പറഞ്ഞ് സൂര്യനാരായണന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ്. എടാ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അങ്ങനെ ആകെ മൊത്തത്തിൽ വലിയൊരു ബഹളം നടക്കുകയാണ്. എന്തായി ഏതായി എന്നൊന്നും അറിയാതെ അജയ് എവിടെ പോയെന്നൊന്നും അറിയാതെ സൂര്യനാരായണനും അതുപോലെ തന്നെ പ്രഭയും ഒക്കെ ടെൻഷൻ അടിച്ചു. അപ്പോഴാണെങ്കിലോ നമ്മുടെ അപർണ പറഞ്ഞു, അച്ഛ അയാൾ എന്നെ ചതിച്ചതാണ്. അയാളുടെ ഇഷ്ടക്കാരിയുടെ കൂടെ പോയി, അതെന്റെ കൂട്ടുകാരി കണ്ടു എന്ന് കൂടി പറഞ്ഞു. ഈ സമയം ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റാതെ നമ്മുടെ തമ്പിയും സൂര്യനാരായണനും ഒക്കെ അവിടെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. അപ്പം തമ്പി പറഞ്ഞു, എടോ തനിക്ക് സമാധാനമായോ? നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് നമ്മൾ പഴയതുപോലെ സുഹൃത്തുക്കളായിട്ട് അതും സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മുടെ മക്കളുടെ കല്യാണമൊക്കെ തീരുമാനിച്ചത്. എന്നിട്ട് എൻ്റെ മകളെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് അവൻ എങ്ങനെ പറ്റി ഇങ്ങനെ എൻ്റെ മോളെ ഉപേക്ഷിച്ച് പോവാൻ എന്നൊക്കെ തമ്പി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ സൂര്യനാരായണനാണെങ്കിലോ, എടോ ഞാൻ പറയുന്നത് താനൊന്ന് മനസ്സിലാക്ക്. എൻ്റെ മനസ്സോട് കൂടിയൊന്നും അല്ല ഇതൊക്കെ നടന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് അപർണയാണെങ്കിലോ, അല്ല എനിക്ക് മനസ്സിലായി, ഇപ്പോഴാണ് എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായത്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ ചതിച്ചതാണ് അച്ഛ. ഇനി ഒരു നിമിഷം പോലും ഈ ചതിയന്മാരുടെ ഇടയിൽ നിൽക്കരുത് എന്നും പറഞ്ഞ് അവളുടെ അച്ഛൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ അഭിയാണെങ്കിൽ ഇത്രയും സമയവും അപർണയുടെ ഈ ഒരു ആട്ടമൊക്കെ കണ്ട് മിണ്ടാതെ നിൽക്കുമായിരുന്നു. അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നീ ഇപ്പൊ ഇവിടെ കിടന്ന് തിളച്ചു മറിയുന്നുണ്ടല്ലോ. ഞങ്ങളാരും ഒരു കാരണവശാലും ഈ വിവാഹം മുടങ്ങരുതെന്ന് ആഗ്രഹിച്ചവര് തന്നെയാണ്. പിന്നെ അജയ് അവൻ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയിട്ടില്ല എന്നും നമ്മുടെ അഭി ഇങ്ങനെ പറയുമ്പോൾ അപർണയാണെങ്കിലോ, എന്നിട്ടാണോ നിങ്ങൾ കൂട്ടത്തോടു കൂടി ഇപ്പം ഒന്നും അറിയുന്നില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നത്? നിങ്ങളുടെ അജയ്ക്ക് മറ്റൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നെങ്കിൽ അതൊക്കെ കണ്ടറിഞ്ഞു വേണമായിരുന്നു നിങ്ങൾ നിൽക്കാനായിട്ട്. അല്ലാതെ പാവപ്പെട്ട എൻ്റെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാത്തിനെയും ഞാൻ കോടതി കയറ്റുമെന്നൊക്കെ പറഞ്ഞ് ഇവ പറഞ്ഞ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അഭി പറഞ്ഞു, അതെ നീ അധികം അങ്ങ് വർത്താനം പറഞ്ഞു പോകുന്നും വേണ്ട. എൻ്റെ അച്ഛൻ ചതിച്ചതാണെന്നൊക്കെ നീ അങ്ങ് വെച്ച് കാച്ചുന്നുണ്ടായിരുന്നല്ലോ. എവിടെയാ എൻ്റെ അച്ഛൻ ചതിച്ചത്? എൻ്റെ അച്ഛൻ നിന്റെ തമ്പിയെ ഒരു കാരണവശാലും ചതിച്ചിട്ടില്ല. അച്ഛനും അതുപോലെ തന്നെ അമ്മയ്ക്കും ഒന്നും ഈ വിവാഹത്തിന് താല്പര്യം ഇല്ലായിരുന്നു. ഞാനും എൻ്റെ ജാനകിയും മുൻകൈ എടുത്തിട്ടാണ് ഇത് ഫുള്ള് നടത്താമെന്ന് തീരുമാനിച്ചത്. അതും വർഷങ്ങളായിട്ട് ഈ അച്ഛന്മാര് തമ്മിലുള്ള പക തീരട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നീ ഇപ്പൊ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? നിനക്ക് വായി വരുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാനുള്ള ഒരു വേദിയൊന്നും അല്ല ഇതെന്നൊക്കെ പറഞ്ഞ് അഭിയാണെങ്കിൽ അവരുടെ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യാണ്. അപ്പൊ തമ്പിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് മതി നിർത്ത്, ഇനി ഇവിടെ നിന്നിട്ട് എന്താ പ്രയോജനം? വാ മോളെ സൂര്യനാരായണ, നീ എനിക്ക് ചെയ്തു തന്ന എല്ലാ സംഗതികൾക്കും നന്ദിയുണ്ടെന്നും പറഞ്ഞ് സൂര്യനാരായണന് മുന്നിൽ കൈകളൊക്കെ കൂപ്പി തമ്പി തന്റെ മകളെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവരിറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ജാനകി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു, താൻ കാരണമാണ്, താനാണ് ഈ വിവാഹത്തിന് മുൻകൈ എടുത്തത്. അതുകൊണ്ട് താൻ മൂലം തൻ്റെ കുടുംബത്തൊരു ദുഃഖം ഉണ്ടാകരുതെന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ നമ്മുടെ തമ്പിയുടെയും അതുപോലെ തന്നെ അപർണയുടെയും അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, കുറച്ച് സമയം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നിൽക്കാവോ എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തമ്പിയാണെങ്കിലോ, എന്തിനാ ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങളെ നാണം കെടുത്തിയിട്ട് നിനക്ക് മതിയായില്ല അല്ലേന്നും ചോദിച്ച് അപർണയും തിരിച്ച് മറുപടി പറയുമ്പോഴത്തേക്കിനും, അല്ല എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ വിവാഹം മുടങ്ങില്ല. പറഞ്ഞ സമയത്ത് തന്നെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷമാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നമ്മുടെ ജാനകിയുടെ പ്ലാൻ എന്താണെന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പൊ ജാനകിയാണെങ്കിൽ പതുക്കെ നമ്മുടെ അമലിന്റെ അടുത്ത് ചെന്നു
എന്നും അതുപോലെ തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അനുവാദമൊക്കെ വാങ്ങിച്ചു. അപ്പൊ സൂര്യനാരായണന് പോലും കാര്യം എന്താണെന്ന് പിടികിട്ടിയില്ല. അതിനുശേഷം നമ്മുടെ അമലിന്റെ കൈയും പിടിച്ച് ജാനകിയാണെങ്കിൽ അപർണയുടെ മുന്നിൽ വന്നു. ദാ സൂര്യനാരായണ വർമ്മയുടെ ഏറ്റവും ഇളയ പുത്രനാണ് അമല്. ഈ അമല് അപർണയുടെ കഴുത്തിൽ താലി കെട്ടും. അപർണയ്ക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ വിവാഹം മുടങ്ങില്ല. പിന്നെ അജയ് അവൻ അങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് വിശ്വസിക്കും. ഒരിക്കലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ചതിക്കാൻ ഞങ്ങൾ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ജാനകി കരയുന്ന മട്ടിൽ പറയുകയാണ്. അപ്പം അമലാണെങ്കിലോ കിടുങ്ങി നിൽക്കുകയാണ്. ഇതെന്തൊക്കെ ഈ ഏട്ടത്തി ചെയ്തു വെക്കുന്നത്? തൻ്റെ കല്യാണമാണെന്നോ? ഈശ്വര, ഇതെന്തൊക്കെയാണ്? അതും ഏതും പോരാത്ത അപർണയാണെങ്കിൽ നമ്മുടെ അമലിനെ കണ്ടുമുട്ടിയ കാര്യങ്ങളും അമലുമായിട്ട് നിന്ന് വഴക്കിട്ട കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഈ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് അജയാണ്. അജയ് ഉറക്ക ഗുളികയൊക്കെ കഴിച്ച് അവശതയിലായ നമ്മുടെ നിരഞ്ജനയുമായിട്ട് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണല്ലോ. അവിടെ ചെന്നതും അവനാണെങ്കിലും നിരഞ്ജനയുടെ വിശേഷങ്ങളൊക്കെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു. ഡോക്ടറാണെങ്കിൽ നില ഇച്ചിരി ക്രിട്ടിക്കൽ ആണല്ലോ, എന്തായാലും അറിയിക്കാനുള്ള ആൾക്കാരെയൊക്കെ അറിയിച്ചോളാനും പറഞ്ഞു. കിടുങ്ങി നിൽക്കുകയാണ് നമ്മുടെ അജയ്. എന്ത് ചെയ്യണം? ഉണ്ണിത്താൻ വക്കീലിന്റെ മകളാണ് നിരഞ്ജന. ഉണ്ണിത്താൻ വക്കീല് ഒരേ ഒരു മകൾക്ക് ഇങ്ങനെയുള്ളൊരു അപകടം പറ്റിയെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വെച്ചേക്കില്ല എന്ന് തന്നെ നമ്മുടെ അജയ്ക്ക് നല്ല നിശ്ചയമുണ്ട്. അങ്ങനെ പേടിച്ചു നിൽക്കുന്ന അജയ് കാണിക്കുന്നതാണ് ആ ഒരു കഥ അവസാനിക്കുന്നത്. അപ്പോൾ ദാ ഇതിൻ്റെ ബാക്കി കഥകളും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആദ്യം തന്നെ പറഞ്ഞേക്കുകയാണ്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കണ്ടേക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.